ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു ആമസോൺ ഫൈൻഡ് അല്ലേ, ആമസോണിൽ നിന്ന് ഒരു ഐറ്റം വാങ്ങിയതിന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് കാർക്യാറ്റ് എന്നാണ് ഐറ്റത്തിൻ്റെ പേര്. ഇത് വളരെയധികം ആളുകളുടെ റെക്കമെൻഡേഷനോട് കൂടി വന്ന ഒരു ഐറ്റമാണ്. കുറേ ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷനായിട്ടും വീഡിയോയും കാര്യങ്ങളെല്ലാം പലവരും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയിലെ പൂച്ച. അതായത് നമ്മുടെ വണ്ടികളുടെ അതൊക്കെ എൻ്റെ കോമഡിയിലാകെ ചിരിക്കുന്ന ആൾ സൂപ്പർ. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ അത് ഒഴിവായ്പെട്ട എല്ലായിടത്തും ഇപ്പം എലിശല്യം വളരെ 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 കൂടുതലാണ്. അപ്പം എൻ്റെ ക്രിസ്റ്റയുടെ ആക്ച്വലി നമ്മൾ സർവീസ് ചെയ്തൊക്കെ ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്ന സീൻ എന്താണെന്ന് ഞാൻ ഇപ്പം ഒരു ഫോട്ടോ കാണിക്കാം. നിങ്ങൾക്ക് തോന്നും ഇതിനകത്ത് കാണുന്ന സാധനം കല്ലാണെന്ന്, പക്ഷെ ആക്ച്വലി എലിക്കാട്ടമാണ്. മുഴുത്ത ഇനം എലികൾ കയറി പ്രശ്നം ഉണ്ടാക്കുന്നതിനെ സഹിക്കാൻ കഴിയാതെ അവസാനം ഈ സൂത്രം ഞാൻ വാങ്ങിക്കുന്നത്. ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ട് ഐറ്റം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റിവ്യൂ കണ്ടിട്ടുള്ളതേ അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇവരുടെ ബോക്സിൽ വരുന്നത്. ഇത് ഒരു പേപ്പർ ക്വാളിറ്റി ബോക്സുകൾ. അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ സാധനത്തിന് അധികം ക്വാളിറ്റി ഇല്ലാന്ന്. പക്ഷേ പാക്കേജിങ് രസകരമായ രീതിയിൽ ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആയത് ഇത് ജസ്റ്റ് അവിടെ ഒരു ജേണിയെക്കുറിച്ച് പറയാൻ നമുക്ക് അതിനകത്തൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ആവശ്യകത അതല്ലല്ലോ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഫെസിലിറ്റി, ഒരു താങ്ക് യു നോട്ടുണ്ട്. ഇതെന്തോ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളൊരു QR ഉണ്ട്, അവസാനമുണ്ട്. യൂസേഴ്സ് മാനുവൽ ഉണ്ട്. യൂസേഴ്സ് മാനുവൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. ബേസിക്കലി ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതാണ് യൂണിറ്റ്. കുറച്ച് കേബിളുകളും ആ യൂണിറ്റും ഉണ്ട്. ഇതാണ് ഐറ്റം. ഇതിനകത്ത് ഈ കാണുന്ന പോലെ ഒരു അൾട്രാസോണിക് ആയിട്ടുള്ള സൗണ്ട്സ് യൂസ് ചെയ്യും. അതേപോലെ ഈ LED യൂസ് ചെയ്ത് ലൈറ്റ് സ്ട്രോബ്സ് യൂസ് ചെയ്യും. ഈ രണ്ട് കാരണങ്ങളാലാണ് എലി ഇതിനകത്ത് നമ്മുടെ വണ്ടിക്കകത്ത് കയറി ഇരിക്കത്തില്ല എന്ന് പറയുന്നത്. ലൈറ്റ് സ്ട്രോബ്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യമേ അൾട്രാസോണിക് സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അവർ അതിൽ നിന്ന് നമ്മുടെ വണ്ടിക്കകത്ത് നിന്ന് പുറത്തിറങ്ങും. ഇനി അവർ നമ്മുടെ എൻജിൻ സ്വഭാവത്തൊക്കെ കയറുന്നെങ്കിൽ ലൈറ്റ് സ്ട്രോബ്സ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഒട്ടും തന്നെ അതിൻ്റെ അത് ഇരിക്കാനായിട്ടൊരു അവസരം കൊടുക്കാതെ ഇറക്കി വിടുമെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. എങ്ങനെ ഓരോ വ്യൂവേഴ്സ് കിട്ടും. അതിൻ്റെ അകത്താണ് നോക്കുന്നത്. നമ്മുടെ വണ്ടികളിൽ സാധാരണ എലികൾ കയറുന്ന സ്ഥലം എവിടെയാണ്, എങ്ങനെ അത് മനസ്സിലാക്കാമെന്ന് എക്സ്പേർട്ട് ഡാഡി പറഞ്ഞു. നമ്മുടെ വില കൂടിയ വാഹനങ്ങൾക്കകത്ത് എലിക്ക് എതുവഴി എത്ര വില കൂടിയ വാഹനമാണെങ്കിലും എലിക്ക് കടന്നു വരാൻ പ്രത്യേകിച്ച് ഒരു സ്പേസും വേണ്ട. ഈ ചുണ്ടലി ഇതിൻ്റെ ഉള്ളിൽ കിടക്കും. ഡാഷ്ബോർഡിനകത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ കടന്നു വന്ന വയറിങ്ങുകളാണ് കട്ട് ചെയ്യുന്നത്. വയറിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സിസ്റ്റം നമ്മുടെ എല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് കൺട്രോളിൻ്റെ ECM കൺട്രോൾ ആയിട്ടുള്ള വാഹനങ്ങളാണ്. അതിൻ്റെ സെൻസറുകളെല്ലാം കംപ്ലൈൻ്റ് ആവും. വണ്ടി ചിലപ്പോൾ സ്റ്റാർട്ടാകാതെ വരും. സ്റ്റാർട്ടായാൽ ചിലപ്പം വണ്ടി ഓടാതിരുവരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാക്കും. അതിനെല്ലാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ എലികൾ കടന്ന് വരാതെ ഇതിനകത്ത് കടക്കാതിരിക്കുക എന്നുള്ളതാണ്. അവനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം. അത് കണ്ടുപിടിക്കാൻ, എലി കയറിയിട്ടുണ്ടോ എന്നറിയാനുള്ള വഴി എന്ന് പറയുന്നത് AC ഫിൽറ്റർ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്നത് AC ഫിൽറ്റർ റിമൂവ് ചെയ്ത് നോക്കുക. അതിനകത്ത് എലിമൂത്രവും എലിക്കാഷ്ടങ്ങളും കണ്ടെത്താൻ പറ്റും. അവിടെ മുതൽ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് എലി കടന്നു കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. അവനെ എലിയെ പുറത്ത് കളയുക എന്നുള്ള പിന്നീടുള്ള കാര്യം. അതിന് നമ്മുടെ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ സാധനം മതി. ഇവൻ പുറപ്പെടുവിക്കുന്ന ശബ്ദം അൾട്രാസോണിക് സൗണ്ട് മൂലം ഇവൻ പുറത്തുകാടി വലിഞ്ഞോളും എന്നാണ് നമ്മുടെ ഒരു ഇത്. ഇതാണ് നമ്മുടെ AC ഫിൽറ്റർ. ഇത് നമ്മൾ നേരത്തെ കംപ്ലൈൻറ്റ് കണ്ടെത്തി പുതുതായി ഇൻസ്റ്റാൾ ചെയ്ത AC ഫിൽറ്റർ ആയതുകൊണ്ടാണ് ഇത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത്. ഇതിനകത്താണോ അപ്പം എലിക്കാട്ടം വരുന്നത്? എലിക്കാഷ്ടവും എലിമൂത്രവും ഒക്കെ ഉണ്ടാകുന്നതിനകത്താണ്. എലി കടന്നു വരാൻ ഏറ്റവും കൂടുതൽ അവന് ഇരിക്കാൻ സ്പേസ് ഉള്ളത് ഈ AC ഫിൽറ്ററിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഇവൻ ബാക്കി ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. നമ്മുടെ സാധനം വർഷത്തിൽ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്തതെന്നുള്ളത് അപ്പം എക്സ്പ്ലെയിൻ ചെയ്തു. ഈ കമ്പനിയുടെ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇതിനെ ഒരു പെർമനൻറ്റ് ഫിക്സിങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ഇവൻ്റെ ഈ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ, ഈ അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കുമ്പോൾ അതൊരു പെർമനൻറ്റ് പൊസിഷനിലാണെങ്കിൽ മാത്രമേ ഇത് ഗുണം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിതിന് ഇവിടെ 2 ഹോള്, ബോഡിയിൽ 2 ഹോള് ഡ്രില്ല് ചെയ്ത് ഇതിനെ പെർമനൻറ്റ് ഫിക്സ് ചെയ്തു. ഇതിൽ ഈ വയറിങ് പുറത്താരും കാണാത്ത രീതിയിൽ ഇതിനെ പിന്നിൽ കൂടി കൊണ്ടുവന്ന് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സാധനം എപ്പോൾ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പോൾ ഇവൻ കട്ടാവും. അത് നിങ്ങളിപ്പോൾ ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റ് മാറിയിട്ട് അതൊരു ഗ്രീൻ ലൈറ്റ് വരും. ഇപ്പോൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദവും നിൽക്കും. അത് കാണിച്ചു തരാം.
വീണ്ടും ബ്ലിങ്കർ മോഡിലേക്ക് മാറി. അപ്പോൾ എൻജിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബ്ലിങ്കർ ആവും. വളരെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വണ്ടി വാഷ് ചെയ്യും, ഈ സാധനം കാർക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ സാധനത്തെ, ഇതൊരു ചെറിയ മെഷ് യൂണിറ്റ് ആണ്, പ്ലാസ്റ്റിക്കിൻ്റെ മെഷ് യൂണിറ്റ്, പിന്നെ അത് വെള്ളം കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് വെള്ളം കയറാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം വണ്ടി വാഷിങ്ങിന് കൊണ്ടുവരും. കാരണം വാഷിംഗ് കൊടുക്കുന്നവർ നമ്മളെപ്പോലെ സൂക്ഷിച്ച് നോക്കത്തില്ല, അവർ വെള്ളം അടിച്ചും കഴുകത്തേ ഉള്ളൂ. വെള്ളം കയറിയാൽ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ് കേടായിരുന്നു. തന്നെ ഒരു കാര്യം പറയാനുള്ളത്, അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ ആരും തെറ്റിദ്ധരിക്കരുത് ഇത് ശബ്ദം കേൾക്കത്തില്ല എന്ന്. അങ്ങനെയല്ല, ഞാൻ ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ 2ാമത്തെ ദിവസം വന്ന് നോക്കിയപ്പോൾ ഇതിനകത്തൊരു ചെറിയ ശബ്ദം കേട്ടോ. അപ്പോൾ ആദ്യം വിചാരിച്ച് AC-യുടെയൊക്കെ സംഭവം ഓൺ ചെയ്യുവാന്നാണ് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു സൗണ്ട് ഇപ്പം നിങ്ങൾക്ക് കേൾക്കാതിരിക്കും. ഇതിൻ്റെ സൗണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സൗണ്ട് പോലെ കീക്ക് ശബ്ദം ഉണ്ടാക്കും. അതേപോലെ അകത്തൊരു ഈ കണ്ടതുപോലെ സ്ട്രോബ് ലൈറ്റ് സൗണ്ട്, ഒരു ബ്ലൂവും ഗ്രീനും സ്ട്രോബ് ലൈറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഈ എലിയെ പ്രിവെൻറ്റ് ചെയ്യുന്നത് പറയുന്നത്. ആക്ച്വലി ഇത് കൊള്ളാമോ ഇല്ലയോ എന്നത് ഒരു 6 മാസത്തിൻ്റെ ശേഷം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ഐറ്റത്തിൻ്റെ ഇത്രയെല്ലാം കാര്യം പറഞ്ഞു. ഈ സാധനത്തിൻ്റെ വില ആക്ച്വലി പറയുന്നത് 4200 സംതിങ് ആണ്. പക്ഷേ അത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിലാണ്. ആമസോൺ ത്രൂ വാങ്ങുമ്പോഴത്തേക്ക് മൊത്തവും കൂടി ഏതാണ്ട് 4000 റുപ്പീസിന് അണ്ടറിലാണ് ഈ സാധനം വരുന്നത്. എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവരുടെയൊക്കെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അവരുടെ സാധനം വാങ്ങി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലും ആമസോണിലും റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ 3 months എക്സ്റ്റൻഡഡ് കിട്ടും. അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഉപയോഗിച്ച ശേഷം റിവ്യൂ കൊടുക്കുക, അതാണ് നല്ലത്.